ഹായ്, നമ്മളിന്ന് പോകുന്നത് കോയമ്പത്തൂരിലേക്കാണ്. കോയമ്പത്തൂരിലെ വളരെ പ്രശസ്തമായ ആദിയോഗി ഇഷ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഇന്ന് പൊങ്കാല ദിനമായതുകൊണ്ട് അവിടെ ജല്ലിക്കെട്ട് കലാപരിപാടികളൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കോയമ്പത്തൂരിലേക്ക് പോകുന്നത് കോഴിക്കോട്, മഞ്ചേരി, അരീക്കോട്, മണ്ണാർക്കാട്, പാലക്കാട്, വാളയാർ വഴിയാണ്. നമ്മൾ ആദ്യം പോകുന്നത് കോയമ്പത്തൂരിലെ ഉക്കിടം പഴയ മാർക്കറ്റിലാണ്. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഇഷ ടെമ്പിൾ കാണാൻ പോകുന്നത്. മണ്ണാർക്കാട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു റോഡ് സൈഡിൽ ഇളനീരും കരിമ്പ് ജ്യൂസൊക്കെ വിൽക്കുന്ന ഒരാളെ കണ്ട് അവിടുന്ന് നമ്മൾ ഇളനീരൊക്കെ കഴിച്ചതിന് ശേഷം പാലക്കാട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു തീരുമാനം എടുത്ത് അങ്ങനെ രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാൻ വേണ്ടിയിട്ട് രാമശ്ശേരി പോയി. രാമശ്ശേരി രാവിലെ തന്നെ ഇഡ്ഡലിയൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ വാളയാർ വഴി കോയമ്പത്തൂരിലേക്ക് എത്തുന്നത്. നമ്മളങ്ങനെ കോയമ്പത്തൂർ പോകുന്ന വഴിയിൽ പാലക്കാട് കിൻഫ്ര കണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ നിർത്തി. ഒരുപാട് ദൂരെ നിന്ന് വിൻമില്ല് നമ്മൾ കണ്ടിരുന്നു. ഇപ്പം കിൻഫ്രേൻ്റെ ഫ്രണ്ടിലെത്തിയ സമയത്താണ് ഒരു 4-5 വിൻമില്ലുകൾ കറങ്ങുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയപ്പെട്ടത്. അങ്ങനെ ഇവിടെ കുറച്ച് നേരം ഞങ്ങൾ ചിലവഴിച്ചതിന് ശേഷമാണ് യാത്ര തുടരുന്നത്. ഉക്കടം മാർക്കറ്റിലെത്തി. നമ്മൾ ഉക്കടം മാർക്കറ്റിൽ നിന്ന് ഒരു 2-3 സാധനങ്ങളാണ് നമുക്ക് വേണ്ടിയത്. ഒന്ന് കാറിൻ്റെ മാറ്റ്, പിന്നെ ഒരു വാൾക്കൺ ക്ലീനർ, പിന്നെ ഒരു ജാക്കി.
ഈ 3 സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉക്കടം പഴയ മാർക്കറ്റിലേക്ക് വന്നത്. ഇവിടെ ജാക്കി ഉണ്ടാ? 5 ഇല്ല. ഇത് സ്പാൻഡറുകളല്ല, ഇതെല്ലാം യൂസ്ഡാ ഇത്. ഇതിനെല്ലാം എങ്ങനെയാ പൈസ? 13-ന്. ആ, 1-ന് 30. അങ്ങനെ. ആ, അല്ല എൻ്റെ അടുത്തുണ്ട്. ഇത് മൊത്ത 220. അങ്ങനെ. അങ്ങനെയാ വില അല്ല? ഇതെത്രയാ? 220. അങ്ങനെ. 30 ഉറുപ്പ്യ അല്ല? ഇതെല്ലാം എന്തെന്നാ ഇത്? ഇതെല്ലാം മില്ല. ഇതെല്ലാം ബിറ്റുകളല്ല മൊത്തം. ഇവിടെ ഇതെല്ലാം എങ്ങനെയാ വില? തൂക്കാണോ? ഇതെല്ലാം എങ്ങനെയാ? ഇതെല്ലാം പീസാ? എത്രയാ പിന്നെ തൂക്കം? കിലോന് 600 രൂപ, തൂക്കത്തില് 600 രൂപ. ആ, വെയിറ്റ് കൂടുന്നതിന് കണക്കായിട്ടുള്ള പൈസ. അതായത് 1 കിലോനാണെങ്കിൽ 600 രൂപ. അങ്ങനെയല്ല? നിങ്ങൾ ഇതിൻ്റെ പീടിയ ഇതില്ല ബിറ്റുകളെ? ഇതാ നിങ്ങൾ വന്നതാ. ടൂൾസ് എല്ലാം ഇവിടെ ഉണ്ടല്ല? എല്ലാ വണ്ടി എല്ലാ ടൂൾസ് നമ്മുടെ അടുത്തുണ്ട്. ടൂൾസ്, വെൽഡിങ് റാഡ്, എല്ലാ സാധനവും നമ്മുടെ അടുത്തുണ്ട്. ഇതിപ്പോൾ ഉപയോഗം ഇല്ല എന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിൽ. ജാസ്തി ഉണ്ട്. ഇത് 5 ടണ്ണാ? 5 ടൺ കപ്പാസിറ്റി. 10 ടൺ. ഇതിപ്പോ പിന്നെ നമ്മളെ ട്രാവലറിനെല്ലാം പൊക്കുവനിതാ? ട്രാവലറിന് എത്ര വണ്ടി എത്ര ടണ്ണാണ്? അതറിയല്ലോ എത്രയാന്നുള്ളത്. ട്രാവലർ പോരാ, അത് 10 ടൺ. 10 ടൺ. 10 ടൺ എടുക്കേണ്ടി വരും അല്ലേ? सर राइट हाँ 5 लोग सर चल അതിങ്ങനെ പൊക്കണോ? അത് നമ്മുടെ ആവശ്യത്തിന് പൊക്കിയാൽ മതി. सर അതതിൻ്റെ അതെല്ലാം തോന്നുന്നത്. ഓക്കെ. ഇത് നല്ല കമ്പനിയാക്കാ? ഇമ്പോർട്ടഡ് ഇതാ? റോഡ് നമുക്ക് സ്റ്റാർട്ട് അത് നിങ്ങൾക്ക് 10 ഇഞ്ച് ഏറ്റവും നല്ല കൊടുക്കുക. ഡിസ്കൗണ്ട് ആയിക്കോ. കോയമ്പത്തൂരിൽ നിന്ന് 35 കിലോമീറ്റർ ദൂരത്ത് പോണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ആദിയോഗി ഇഷ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. പോകുന്ന വഴിയിൽ ഒരുപാട് കൃഷിസ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഇഷ ടെമ്പിളിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് എത്തി. ഇവിടെ കാർ പാർക്കിങ്ങിന് പൈസ സ്വീകരിക്കുന്നുണ്ട്. വേറെ ഒരു ചാർജും അവർ ഈടാക്കുന്നില്ല. കാറിന് 30 രൂപ, മോട്ടോർ സൈക്കിളിന് 10 രൂപ, ഓട്ടോറിക്ഷയ്ക്ക് 30 രൂപ, റംബോ ട്രാവലറിന് 50 രൂപ, ബസ്സിന് 100 രൂപ എന്ന ക്രമത്തിലാണ് ചാർജ് ഈടാക്കുന്നത്.
ഇവിടെ പൊങ്കൽ ഉത്സവമായതുകൊണ്ട് ഒരുപാട് വാഹനങ്ങൾ, ആയിരക്കണക്കിന് വാഹനങ്ങളും ആയിരക്കണക്കിന് ജനങ്ങളും ഇവിടെ തടിച്ചു കൂടിയ ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപാര തിരക്കാണ്. ഒരുപാട് കർണാടക, തമിഴ്നാട്, കേരള ഒരുപാട് വണ്ടികൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എത്ര വാഹനം ഇവിടെ വന്നാലും പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കാർ പാർക്കിങ്ങിൻ്റെ ഫീസല്ലാതെ ഇവിടെ വേറെ ഒരു ഫീസും അവർ സ്വീകരിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഭക്ഷണശാല, സുവനീർ കടകൾ, അതേപോലെ ലൈബ്രറി, ബുക്സൊക്കെ വാങ്ങാനുള്ള സൗകര്യം, അമ്പലം എല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട്. ആദിയോഗി ഇഷ ടെമ്പിളിലെത്തി കാർ പാർക്കിങ്ങിൽ വണ്ടി വെച്ചതിന് ശേഷം ഞങ്ങൾ ഇന്നിവിടെ വന്നത് ബുധനാഴ്ചയാണ്. ഒരുപാട് വണ്ടികൾ, 100 കണക്കിന് വണ്ടികളും ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളങ്ങ് കാണുന്നതാണ് ആദിയോഗി പ്രതിമ. ഇഷ ടെമ്പിളിനോടനുബന്ധിച്ചിട്ടുള്ള പൂജകളൊക്കെ നടക്കുന്ന സ്ഥലമാണ് നമ്മളാ കാണുന്നത്. ഇവിടെ ഗോശാലയിൽ കെട്ടിയിരിക്കുന്ന കാളകളാണ് ജല്ലിക്കെട്ടിൽ പങ്കെടുക്കുന്ന കാളകൾ. ഇന്ന് ഞങ്ങൾ വന്ന ബുധനാഴ്ച ജല്ലിക്കെട്ടില്ല, വേറൊരു ദിവസമാണ്. ഇന്നിവിടെ കലാപരിപാടികളൊക്കെയാണുള്ളത്. ആ ഒരു കാഴ്ച നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ കലാപരിപാടികൾ ആരംഭിക്കുന്ന സമയത്ത് കാണാം. ഈ ജല്ലിക്കെട്ടിൽ പങ്കെടുക്കുന്ന കാളകൾക്ക് നമുക്ക് തീറ്റ കൊടുക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. തീറ്റ വിൽക്കുന്ന കൗണ്ടറൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ച ഉണ്ട്. പിന്നെ അതേപോലെ പൂജകൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്കിവിടെ വന്നാൽ കാണാം. அதுக்கு அந்த சைடு இருக்கணும். जल्दी खेल ऐसी ആടെ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടാ. ഇന്ത്യക്കാർക്ക് പുറമെ ഇഷ ഫൗണ്ടേഷൻ്റെ കീഴിൽ ഒരുപാട് വിദേശികളും അവരോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച നമ്മളിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.
Anna at the back. Anna, please come front. You Anna. Guidance team, yes. Just you, just you. Rajendra Anna, please come forward. Please come here. So Anna will be doing the flag off today and Anna will start the campaign. 2017 ഫെബ്രുവരി 24 നമ്മുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി മഹാശിവരാത്രി ദിനത്തിൽ ഈ പ്രതിമ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചത്. കാളവണ്ടിയായത്. ആത്മീയ ആചാര്യനായ ജഗ്ഗി വാസുദേവെന്ന സദ്ഗുരുവിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇഷ ഫൗണ്ടേഷൻ്റെ കീഴിലാണ് ഈ സ്റ്റാച്ചു സ്ഥിതി ചെയ്യുന്നത്. ലോകം മുഴുവനും സേവനം ചെയ്യുന്ന ഒരു ആത്മീയ സംഘടനയാണ് ഇഷ ഫൗണ്ടേഷൻ. ലോകത്തിലെ ഏറ്റവും വലിയ അർദ്ധകായ പ്രതിമയാണ് കോയമ്പത്തൂരിലെ ഈ പ്രതിമ. പൂർണ്ണമായും സ്റ്റീലിൽ നിർമ്മിച്ച ഈ പ്രതിമ നിർമ്മിക്കാൻ 2 വർഷമെടുത്തു. 112 അടി ഉയരവും 25 മീറ്റർ വീതിയുമാണ് ഈ പ്രതിമക്കുള്ളത്. ശിവഭഗവാന്റെ ഈ പ്രതിമയ്ക്ക് മുമ്പിൽ യാഗശാലയുമുണ്ട്. ലോകത്ത് ഏറ്റവും വലിയ അർദ്ധകായ പ്രതിമയ്ക്കുള്ള ഗിന്നസ് റെക്കോർഡും കരസ്ഥമാക്കിയ പ്രതിമയാണ് നമ്മൾ ഈ കാണുന്നത്.
നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് ബസ്സിന് വരുന്നതാണെങ്കിൽ ഈ ഭാഗത്താണ്, അതായത് പ്രതിമയുടെ ബാക്ക് സൈഡിലാണ് ബസ് വന്ന് നിൽക്കുക. ഇവിടുന്ന് ഇലക്ട്രിക് കാറും അതേപോലെ കാളവണ്ടിയും സർവീസ് നടത്തുന്നുണ്ട്. ഇന്ന് ആളുകൾ കൂടുതലുള്ളത് കൊണ്ട് കാളവണ്ടിയുടെ സർവീസ് ഇല്ല. കാളയും കാളവണ്ടിയും ഒരു ഭാഗത്ത് നിർത്തിയിട്ടതായിട്ട് നമ്മൾ വരുമ്പോൾ കണ്ടിരുന്നു. ഇവിടെ നിന്ന് 10 രൂപയാണ് പ്രതിമയുടെ അടുത്ത് വരെ കാളവണ്ടിക്കും. ഇലക്ട്രിക് കാറിന് 20 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. ഇന്നിവിടെ വമ്പിച്ച ജനാവലിയാണുള്ളത്. ഉണ്ടോ? കോയമ്പത്തൂരേക്ക് പോകുന്ന ബസ്സിൽ കയറാനുള്ള തിരക്കാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറും 250 രൂപക്ക് നമുക്ക് ഇഷ ഫൗണ്ടേഷൻ സന്ദർശിക്കാൻ കഴിയും. വടകരയിൽ നിന്ന് 75 രൂപ ട്രെയിനിനും കോയമ്പത്തൂരിൽ നിന്ന് 50 രൂപ TSRTC ബസ്സിനുമാണ് ഇവിടത്തേക്ക് ചാർജ് വരുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് 14C 14D എന്ന് 2 നമ്പർ ബസ്സുകളാണ് ഇവിടത്തേക്ക് സർവീസ് നടത്തുന്നത്. തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ 4 ബസ്സുകൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. 4ലും ഫുള്ള് ആളുകൾ കയറുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ സന്ദർശിക്കാൻ പറ്റിയ സമയം വൈകുന്നേരങ്ങളിലാണ്. പകൽ സമയത്ത് കഠിനമായ ചൂടായിരിക്കും ഇവിടെ. ഇത് വിശാലമായിട്ടുള്ള ഒരു വയലിലാണ് ഈ സംഭവം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ഈ സംഭവങ്ങളൊക്കെ കാണണം. അതേപോലെ ഇവിടെ വരുന്നവർ വൈകുന്നേരം 7:15 ആരംഭിച്ച് 7:35 സമാപിക്കുന്ന ലേസർ ലൈറ്റ് ഷോ തീർച്ചയായും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. പൊങ്കാല ഉത്സവത്തിനോടനുബന്ധിച്ച് ഇഷ ഫൗണ്ടേഷൻ ഗ്രൗണ്ടിൽ ഇപ്പോൾ കലാപരിപാടികൾ അരങ്ങേറുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷമായിരിക്കും 7:15 തുടങ്ങുന്ന ലേസർ ഷോ. ഇവിടെ 9 മണിവരെ കോയമ്പത്തൂരേക്ക് ബസ് സർവീസ് ഉണ്ടായിരിക്കും.
How much it? लाइटिंग बाद में, लाइटिंग शो बाद में लाइट शो का बाद में लाइट शो का कभी 7:20 7:20 कितना 1 hour 7:20 to 7:35 हाँ लाइटिंग शो भाई சத்தமா கேட்டுட்டாலும் அந்த இடத்த விட்டு போவானா இவர்கள் சரியாக பயிற்சி പ്രൈവറ്റ് വണ്ടിയിൽ നമ്മൾ വരുന്നതെങ്കിൽ നമ്മുടെ പ്രതിമയുടെ മുൻഭാഗത്താണ് പാർക്കിങ്. നമ്മൾ ബസ്സിലാണ് വരുന്നതെങ്കിൽ പ്രതിമയുടെ ബാക്ക് സൈഡിലാണ് വണ്ടി പാർക്കിംഗ് ചെയ്യേണ്ടത്.
10,000 years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. When his ecstasy allowed him some movement, he danced wildly. When intensity peaked, he became utterly still. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with the cosmos, they called him a yogi, as he was the first one, the Adi Yogi. When his stillness lasted for years on end, curious onlookers melted away. Only 7 seekers. He transmitted the profound science of yoga in its full depth and dimension. He expounded 112 methods of attainment, many mysteries of the created and the uncreated, cascaded upon his unbridled wild hair. The core of the cosmos, in all its profundity and magnificence, a vision of the unfathomable mysteries of the universe, a most overwhelming vision.